ആയിരങ്ങൾ പങ്കെടുക്കുന്ന ആഡംബര വിവാഹമൊക്കെ ഇപ്പോൾ ഔട്ട് ഓഫ് ഫാഷൻ ആയെന്നാണ് പുതുതലമുറ പറയുന്നത്. അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും മാത്രം ക്ഷണിച്ചുള്ള ഡെസ്റ്റിനേഷൻ വെഡിംഗ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അതാകുമ്പോൾ ആരുടെയും പരാതികളും കേൾക്കേണ്ട, എക്കാലത്തേക്കും ഓർത്തു വെക്കാനുള്ള കുറച്ച് നല്ല മെമ്മറിയും കിട്ടും. എന്നാൽ നവംബറിൽ തുടങ്ങി മാർച്ചിൽ അവസാനിക്കുന്ന ഇന്ത്യയിലെ വെഡ്ഡിംഗ് സീസണോടനുബന്ധിച്ച് രാജ്യത്തെ പല കേന്ദ്രങ്ങളിലെയും ബുക്കിംഗ് അവസാനിച്ചെന്നാണ് പുതിയ റിപ്പോർട്ട്. രാജസ്ഥാൻ, കോർബെറ്റ്, ഗോവ, ഡൽഹി തുടങ്ങിയ രാജ്യത്തെ വെഡ്ഡിംഗ് ഹോട്ട്സ്പോട്ടുകളെല്ലാം ഇതിനോടകം ബുക്കായി കഴിഞ്ഞു. അവസരം കാത്തിരുന്ന കേരളത്തിലെ ടൂറിസം രംഗം ഇത് മുതലെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അടുത്തിടെ കേരള ട്രാവൽ മാർട്ടിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ മൈസ് ടൂറിസം ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് കോൺക്ലേവും ഇതിന്റെ ഭാഗമായി നടത്തിയിരുന്നു. ഇതിനിടയിൽ കേരളത്തിൽ ഒരു പുതിയ വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷനും ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ തുറന്നിട്ടുണ്ട്. സാക്ഷാൽ വാസ്കോഡി ഗാമ കാലുകുത്തിയ കോഴിക്കോട് കാപ്പാട് കടപ്പുറത്താണ് ഇത് സജ്ജമാക്കിയിരിക്കുന്നത്. സെപ്റ്റംബർ 9-ന് 50 പേർ പങ്കെടുക്കുന്ന വിവാഹ നിശ്ചയമാണ് ഇവിടുത്തെ ആദ്യ പരിപാടി. വിവാഹ ചടങ്ങിന് വേണ്ട ഓപ്പൺ സ്റ്റേജ് ഉൾപ്പെടെയുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഒരുക്കിയിട്ടുണ്ട്. ശുചിമുറി അടക്കമുള്ള സൗകര്യങ്ങളുമുണ്ട്. ഭക്ഷണവും സ്റ്റേജ് ഡെക്കറേഷനും ബുക്ക് ചെയ്യുന്നവരുടെ ചുമതലയാണ്. പരിപാടി കഴിഞ്ഞാൽ മാലിന്യവും വീട്ടുകാർ തന്നെ നീക്കണം. സർക്കാർ നയങ്ങളും ഉയർന്ന വിമാന ടിക്കറ്റ് നിരക്കുമൊക്കെ തിരിച്ചടിയാണെങ്കിലും ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ കല്യാണങ്ങൾ വൈകാതെ ആഗോളതലത്തിൽ ട്രെൻഡിംഗ് ആകുമെന്നാണ് ടൂറിസം മേഖലയിലുള്ളവരുടെ പ്രതീക്ഷ.